അഴിഞ്ഞാട്ടം എന്ന ഒരു സോങ്ങിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ പുറത്തിറങ്ങിയ സോങ്ങാണ് ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമയിലെ സോങ്ങാണ്. ലാലേട്ടനും ദിലീപേട്ടനും ഒരുമിച്ച് ഡാൻസ് ചെയ്യുന്ന ആ ഒരു പാട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോങ്ങിന് ഭയങ്കര നെഗറ്റീവാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് ഈ ഒരു സോങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനായിട്ടുള്ള എനിക്ക് ഈ സോങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വീഡിയോയിൽ ഞാൻ റിയാക്ഷൻ ചെയ്തപ്പോഴത്തേക്കും ആൾക്കാർ ഭയങ്കരമായിട്ട് വന്ന് കമൻ്റൊക്കെ ചെയ്തു, ഇതാണോ ഒന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് പറഞ്ഞ് നിനക്ക് എന്തിനാണ് ഇത് ഇഷ്ടപ്പെട്ടു, നീ എന്തിനാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് എന്നോട് ആർക്കും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അങ്ങനെ എല്ലാവർക്കും ഓരോരോ പേഴ്സണൽ ഒപ്പീനിയൻ കാണും. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എനിക്ക് ഇഷ്ടമല്ലായിരിക്കും. അത് പലരുടെ ഒരു ഇതാണ്. ഇപ്പം ഞാനിപ്പം പറയാൻ വരുന്നത് വെച്ചാൽ, ഈ ഒരു പടത്തിൻ്റെ ഒരു കാര്യമാണ് പറയാൻ വരുന്നത്. ഈ ഒരു സിനിമ അവർ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ഇതൊരു ഭ്രാന്തൻ സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ചെറിയ പോസ്റ്റർ ആണെങ്കിലും ടീസർ ആണെങ്കിലും ഇപ്പം ട്രെയിലർ ആണെങ്കിലും ഈ സോങ് ആണെങ്കിലും എല്ലാം ഇറങ്ങിയപ്പോഴും അവർ എപ്പോഴും ആ ഒരു പോസ്റ്ററിലും ടീസറിലും എല്ലാത്തിലും വെക്കുന്ന ഒരു സംഭവമാണ് എന്തുവാ, നോ ലോജിക് ഒൺലി മാഡ്നസ് എന്നുള്ള സാധനം. ഇതൊരു 10,000 പ്രാവശ്യം വെച്ചിട്ടും ഇപ്പം നമ്മളിത് വെക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് പടത്തിൽ ലോജിക്കും കാര്യങ്ങളും ഒന്നും കാണത്തില്ല എന്ന് മാത്രം ചിന്തിക്കരുത്. പാട്ടിലും അതൊന്നും കാണത്തില്ല. ലിറിക്സൊക്കെ ഇങ്ങനെ ആയിരിക്കും. കാരണം ഇപ്പോൾ ഇതിലൊരു ക്യാരക്ടർ മോഹൻലാലിൻ്റെ ആണെങ്കിലും ദിലീപിൻ്റെ ഒക്കെ ആണെങ്കിലും ഒരു സ്വയം പൊങ്ങി ക്യാരക്ടർ ആണെങ്കിലും, അപ്പോൾ അവർ സ്വയം പൊങ്ങിയായിട്ടുള്ള ആൾക്കാർ വേറൊരുത്തനെ സൂചിപ്പിക്കാൻ വേണ്ടി പാടുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ. അല്ലാതെ പിന്നെ എങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ ഇതുപോലെ വരണം, പിന്നെ തകില് മുകില് കുരവയിട് തന്തനത്തന പാടിവ, ഈ ഒരു രീതിക്ക് വേണം. അല്ലെങ്കിൽ ഇപ്പോൾ ലാലേട്ടനെ ആണെങ്കിൽ തന്നെ അടിച്ചുപൊളിയായിട്ടുള്ള വേറെ പാട്ട് പോലെ തന്നെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഈ ഒരു സിനിമയുടെ മൂഡ് അനുസരിച്ച് അവർക്ക് ആ ഒരു പാട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ലിറിക്സിസ്റ്റ് എന്ന് പറയുന്നത് വിനായക ശശികുമാറാണ്. അങ്ങേർക്ക് പണി അറിയാത്തൊരു ലിറിക്സിസ്റ്റ് അല്ല. പുള്ളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ആവേശം, മഞ്ഞുമൽ ബോയ്സ് പോലുള്ള പടങ്ങളൊക്കെ റൈറ്റ് ചെയ്തിട്ടുള്ള, അതായത് സോങ്സ് റൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ആവേശത്തിൻ്റെ കാര്യം നമുക്കറിയാം. വൈറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി വൈറലായിരുന്നു അതിനകത്ത് പാട്ടല്ല. ഇലുമിനാറ്റിയൊക്കെ ഈ പുള്ളി എഴുതിയ പാട്ടാണ്. അപ്പോൾ അത്രയും പണി അറിയാവുന്ന ഒരാൾ ഇത് വരുമ്പം ഇങ്ങനെ ലിറിക്സ് എന്താ, ഇങ്ങനെ മ്യൂസിക് എന്താ, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു വൈബായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പടത്തിൻ്റെ വൈബായിരിക്കും ആ ഒരു സോങ്. ഇതിൽ മെയിൻ ഒരു കാര്യം, ഇതിൻ്റെ ലോജിക് ഇല്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കാര്യം എന്ന് പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ, ദിലീപിൻ്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയായിരുന്നു. ഞാൻ ആ പോസ്റ്റർ ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ നോക്കി വേണം. ഈ പോസ്റ്ററിൽ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ബാക്കിൽ സൈഡിലായിട്ടാണെങ്കിൽ നമ്മുടെ ധ്രുവ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഗൗതമനെ സംവിധാനം ചെയ്ത് വിക്രം നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ പോസ്റ്റർ കൊടുത്തിട്ടുണ്ട്. പോസ്റ്റർ അല്ല, ഒരു ഫ്ലെക്സ് പോലെ ചെറിയ. ആ ഒരു പടം ഇതുവരെയായിട്ടും ഇറങ്ങിയിട്ടില്ല. 2018 ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് പടം ഇറങ്ങിയിട്ടില്ല. നമുക്ക് മിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചൈതന്യ 4 ഷോ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഇറങ്ങി 4 ഷോ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയാണ് കാണിക്കുന്നത്. അപ്പം തന്നെ നമുക്കറിയാം ഇത് മൊത്തത്തിലൊരു അവരുടേതായിട്ടുള്ളൊരു ലോകത്തിൽ ഉള്ളൊരു സംഭവമാണ് ഈ നടക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ഇത് ഫ്യൂച്ചർ പോലത്തെ ഒരു കാര്യമായിരിക്കും. ഏതെങ്കിലും ഒരു ഫ്യൂച്ചറിൽ ഈ പടം ഇറങ്ങി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആ ഒരു ടൈപ്പിലൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. നമ്മളപ്പോൾ ഇതിനു വരെ ഇങ്ങനെ പാട്ട് കൊള്ളത്തില്ല, അത് കൊള്ളത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ ഇത്രയും അങ്ങ് ചൂടിന് നോക്കുന്നത്. നമ്മൾ ഈ പടം വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്ത് സ്റ്റോറി ഇങ്ങനെയാണ്, സ്റ്റോറി മറ്റേ രീതിക്കാന്നൊക്കെ പറയും. ശരിക്കും ഇതൊരു പറഞ്ഞില്ലേ, ലോജിക്ക് നോക്കണ്ട. ഇതിനകത്ത് അടിച്ചു പൊളിക്കുക സാധനമുണ്ടോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ സോങ് എക്സ്പെക്റ്റ് ചെയ്ത് ഇപ്പം എല്ലാം കുറേ കണ്ട് ഞാൻ റെഡിയാ വരവ ആ ഒരു പാട്ടൊക്കെ ഇട്ട് ഇവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നത്, എഡിറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 65 വയസ്സുള്ള ലാലേട്ടനും ഏകദേശം 55-56 വയസ്സുള്ള ദിലീപേട്ടനും ഈ ഞാൻ റെഡി പോലത്തെ ഒരു പാട്ട് ഇവരെ കൊണ്ട് എങ്ങനെ നമ്മൾ ഡാൻസ് കളിപ്പിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ എങ്ങനെ ഡാൻസ് കളിപ്പിക്കും ഇവരെ കൊണ്ട്? ഇത്ര ഏജുള്ള നമ്മുടെ ടോപ്പ് സ്റ്റാർസ്, മലയാളത്തിലെ ടോപ്പ് സ്റ്റാർസ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന, രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന ഒരു സോങ് വന്നിട്ട് എത്ര നാളായി, എത്രയോ വർഷമായി വന്നിട്ട്, എത്രയോ വർഷത്തിന് ശേഷം വരുന്നൊരു സോങ്ങാണ്. നമ്മളപ്പം വേറെ സോങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് ഇപ്പോൾ ഒരു തെലുങ്ക് പടമോ തമിഴ് പടമോ ആയിരുന്നെങ്കിൽ നമ്മളിത് തലേ വെച്ചുകൊണ്ട് കാണുന്നതിന് ഈ ഒരു പാട്ട്. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അവർ ട്രൈ ചെയ്യുന്ന പോലത്തെ ഒരു സാധനം നമ്മൾ ചെയ്തു നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം വന്നത്. ഇതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി ആണെങ്കിലും ബാക്കി എല്ലാ രീതിക്കും ഉയർന്നെങ്കിലും കൊമേഴ്ഷ്യൽ ആക്ഷൻ മസാല പടത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇപ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കുന്നത്. കാരണം നമ്മൾ തന്നെയാണ് അതിനൊരു കാരണമായിട്ടുള്ളത്. നമ്മളതിനെ വലുതായിട്ട് നമ്മളെല്ലാത്തിലും കയറി അങ്ങ് ലോജിക്കും, അത് ശരിയല്ല ഇത് ശരിയല്ല, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാമോ? അതുമില്ല. നമ്മൾ ചുമ്മാ കണ്ടിട്ട് ഡയലോഗ് അടിക്കുന്നതേ ഉള്ളൂ. അതെല്ലാവർക്കും പറ്റും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഇൻഡസ്ട്രിയിൽ സാധനം വരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം.
ഇപ്പോൾ നമ്മൾ പുഷ്പ 2 അവരുടെ ഇൻഡസ്ട്രി വന്നു. സത്യം പറയാം, നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ട് കാണത്തില്ലെന്ന് എനിക്കറിയാം. എന്തു അതിനകത്തുള്ളത്? അതിനകത്ത് അവർ നോ ലോജിക്ക് ഓൺലി മാഡ്നസ് എന്ന് എഴുതി കാണിച്ചില്ലെന്നേ ഉള്ളൂ. മൊത്തം അതായിരുന്നു. അല്ലായിരുന്നോ? ഇതിനകത്ത് ഇങ്ങനെയെങ്കിലും കാണിച്ചെന്ന് നമുക്ക് പറയാം. അതിനകത്ത് പാട്ട് എന്തോ എല്ലാം നല്ല പാട്ടായിരുന്നു. ഫസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഭയങ്കര ഒരു ആവറേജ് ആയിട്ടുള്ള സോങ്സ് ആയിരുന്നു അന്നല്ല. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രേ പറയാനുള്ളൂ. ഈ ഒരു സിനിമ മൊത്തത്തിലാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നോ ലോജിക് ഉള്ളി മാഡ്നസ് എന്ന് പറയുന്നത്. അതൊരു സിനിമ മാത്രമായിട്ടുള്ള കാര്യമല്ല. അതിലെ സോങ്സും ബാക്കി എല്ലാ കാര്യത്തിലും കൂടി ഉദ്ദേശിച്ചാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ലിറിക്സിസ്റ്റായിട്ടുള്ള ഈ ഒരു വിനായക ശശികുമാർ ഈ ഒരു ലിറിക്സ് എഴുതാൻ നേരം തന്നെ അവരായിട്ട് ഡയറക്ടറായിട്ടുള്ള ഡിസ്കഷൻ തന്നെ എപ്പോഴും നടക്കും. എല്ലാ ലിറിക്സിസ്റ്റായിട്ടും ഡയറക്ടറും തമ്മിൽ നടക്കും. ഇതെങ്ങനെ വരണം, ഇത് ഏത് മൂഡിലുള്ളതാണ് എന്ന് ഇവർ ചോദിക്കുമ്പോൾ ഇന്ന ആൾക്കാർ പറയും ഇത് കുറച്ച് ഓവറായിട്ടുള്ളൊരു സാധനമായിരിക്കണം, അല്ലെങ്കിൽ ഇയാളെ പൊക്കി പറയുന്ന രീതിക്കുള്ള സാധനമായിരിക്കണം. നിങ്ങൾ ആ സോങ് കേട്ടാൽ അറിയും. നമുക്ക് മോഹൻലാലിനെ ഭയങ്കരമായിട്ട് പൊക്കി പാടി വാഴ്ത്തുന്ന രീതിക്കത്തൊരു സോങ്ങാണത്. അപ്പം തന്നെ നമുക്കറിയാമല്ലോ പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയ കാര്യം പുള്ളി ഒന്ന് വിജയ് ഫാനാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഗില്ലി എന്ന് പറഞ്ഞ പടം ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത് അതിൽ നിന്ന് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ കാരണമാണ് പുള്ളി ഇത് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവർക്ക് ഗില്ലി യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ഗ്യാങ് ഹൗസ് പോലൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഗില്ലി സിമെൻ്റ് ഉണ്ട്, ഗില്ലി സോഡയുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം പേര് ഗില്ലി എന്നാണ്. പുള്ളി അവരുടെ വണ്ടിയുടെ സെയിം ഗില്ലിക്കകത്തെ ആ മുത്തുപ്പാണ്ടിയുടെ വിജയ് അടിച്ചുകൊണ്ട് പോകുന്ന വണ്ടി തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സോങ്സ് നമുക്ക് സിറ്റുവേഷനനുസരിച്ചായിരിക്കും ആ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നത്. നമുക്കിതൊന്നും അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് ഒരു ലിറിക്കൽ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാത്രം കണ്ടിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം അടുത്ത ആ ഒരു സിനിമ കണ്ടു വരുമ്പം അതിന് സീൻ അനുസരിച്ച് നോക്കുമ്പോൾ ഈ സോങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കും ഇതിനായിരുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ഇതിങ്ങനായിരുന്നു. ചിലപ്പോൾ ഇതൊരു സ്പൂഫ് പടമാണെങ്കിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇങ്ങനത്തെ സോങ്സിനൊക്കെ ഒന്ന് കളിയാക്കിയുള്ള രീതിക്കത്തെ ഒരു പാട്ടാണെങ്കിലോ നമ്മളൊന്നും കാണാതെ നമ്മൾ പറയാൻ പാടില്ല. അപ്പം ഇതിൻ്റെ പടം ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇത് എങ്ങനത്തെ പടമെന്ന് പോലും നമുക്കറിയത്തില്ല. നോ ലോജിക്കുള്ളി മാഡ്നസ് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായം ഇതൊക്കെയാണ്. നിങ്ങളപ്പം നോ ലോജിക്കുള്ളി മാഡ്നസ് എന്നുള്ള സംഭവം മനസ്സ് വെച്ചിട്ട് തന്നെ ഈ പടത്തിന് പോവുക, ഇതിലെ സോങ് കാണുക, ഫൈറ്റും കാണുക, കോമഡി എല്ലാ രീതിക്ക് കാണാം. ദീപയുടെ ചായയൊക്കെ എടുത്ത് പോകറ്റി വെക്കുന്നുണ്ട്. ഒത്തിരി ട്രോള് വല്ലതും വന്നോ? ചിലരൊക്കെ ഇട്ട്. പക്ഷെ എനിക്ക് മനസ്സിലായി, എൻ്റെ മനസ്സിലായ ടാഗ്ലൈൻ ഇപ്പോഴും കിടപ്പുണ്ട്. നിങ്ങൾ അത് മാത്രം മൈൻഡ് വെച്ചിട്ട് പോയി പടം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.